22-ാമത്തെ വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ 22-ാമത്തെ വാക്യം. जो है प्रेरितों की किताब उसका 20 का 22 पढ़ना चाहते हैं. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. तो प्रेरितों का काम उसका 20 का 22 में ऐसा लिखा है कि और अब देखो मैं आत्मा में बंधा हुआ यरूशलेम को जाता हूँ. യെരൂശലേമിലേക്ക് ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. और नहीं जानता कि वहां मुझ पर क्या क्या बीतेगा, केवल यह कि पवित्र आत्मा हर नगर में गवाही दे देकर मुझसे कहता है कि बंधन और क्लेश के लिए तैयार है. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. परंतु मैं अपने प्राण को कुछ नहीं समझता. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്ന് എനിക്കുള്ളൂ. कि उसे प्रिय जानू वरन यह कि मैं अपनी दौड़ को और उस सेवकाई को पूरी करूं जो मैंने परमेश्वर के अनुग्रह के सुसमाचार पर गवाही देने के लिए प्रभु यीशु से पाई है. നമ്മളെല്ലാവരും മനപ്പാഠം പഠിച്ചു വെച്ചിരിക്കുന്നതാണ് യോസേഫിന്റെ ചരിത്രം. हम सभी लोग यूसुफ का जो है चरित्र हमें बहुत अच्छे से पता है. യോസേഫ് മിസ്രയീമ്യരുടെ ഇടയിൽ ഫറവോന് രണ്ടാമനായി വാണയാളാണ്. यूसुफ जो है मिस्र के बीच में फरोन का दूसरा जैसा उसने काम किया है. യോസേഫ് എങ്ങനെ ആ സ്ഥാനത്തെത്തിയത് നമ്മൾ ചിന്തിക്കണം. यूसुफ वो जगह में कैसे आया हम सोचना चाहिए. സ്വന്തം സഹോദരന്മാരാണ് തന്നെ വിറ്റുകളഞ്ഞതും കൊല്ലാൻ പരിശ്രമിച്ചതും. खुद के भाइयों है जो उन्हें जो है बेचने के लिए उनको मारने के लिए सब कोशिश किया था. കഷ്ടതയുടെ തീച്ചൂളയുടെ കടന്നാണ് ഒരു രാജസിംഹാസനത്തിൽ ഈ യോസേഫ് എത്തുന്നത്. कष्टों से जो गुजर के जो इस सिंहासन के पास आता है यूसुफ. കാരണം നമ്മൾ കഷ്ടത അനുഭവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തോടുകൂടെ വാഴുകയോ അല്ലെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ. हम कष्ट अनुभव करेंगे तभी हम परमेश्वर के साथ जी के या करके कर सकते हैं. കഴിഞ്ഞ ദിവസം ജോയ് പാസ്റ്റർ പറഞ്ഞു രോഗം വരുമ്പോ കർത്താവിനെ ആശ്രയിക്കുന്നു, ആശുപത്രി പോകാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന്. पिछले दिनों में जॉय पास्टर कह रहे थे कि जो है प्रश्न होने के समय जो प्रार्थना करते हैं. നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വരികിൽ നമ്മൾ ആദ്യം രോഗം ശീലിക്കണം. तो अगर हम जो है रोगी के लिए प्रार्थना करने से हमें पहले वो रोग को होना चाहिए. നമ്മൾ രോഗം ശീലിക്കുമ്പോൾ രോഗിയായി കിടക്കുന്ന ഒരാളെ സൗഖ്യമാക്കാൻ പ്രാർത്ഥിക്കാൻ ഒരു ധൈര്യം ദൈവം തരും. तो हम रोगी पड़ेंगे तभी हम रोगियों के लिए प्रार्थना करने के लिए और हिम्मत देने के लिए होगा. എന്റെ മരുമോളനോട് പിണങ്ങി നിൽക്കുക ഇപ്പൊ. तो अभी जो उनकी बहू है वो उनसे नहीं बात करती है. കാരണം ഷുഗറും പ്രഷറും കൂടി ആശുപത്രിയിൽ പോയി മരുന്നെടുക്കുന്നില്ല, അതിന്റെ പേര് പിണങ്ങി നിൽക്കുക ഇപ്പൊ. क्योंकि शुगर प्रेशर के लिए जो है नहीं जाकर दवाई नहीं देते, इसके लिए वो नहीं बात कर रही है. എത്രയും പിടിച്ചു നിൽക്കാം അത്രയും പിടിച്ചു നിൽക്കും ഞാന്. कितना पकड़ के रुक सकते उतना रुकेगा मैं. വളരെ കഷ്ടം സഹിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. अगर कुछ कष्ट सहेंगे तो ही हमसे कुछ होगा. ആശുപത്രി കൊടുക്കാൻ കാശിന് ചോദിച്ചാൽ ഞാൻ കാശ് കൊടുക്കത്തില്ല. जो है अस्पताल में देने के लिए पैसे देने के लिए बोले तो मेरे नहीं दूंगा. മറ്റേതെങ്കിലും ആവശ്യത്തിന് ആവശ്യപ്പെട്ടാൽ എന്റെ കഴിവനുസരിച്ച് ഞാൻ കൊടുക്കും. और कुछ और के लिए जरूरी है तो मैं दूंगा. കർത്താവിന്റെ നാമത്തിൽ അവരെ പറഞ്ഞ് ധൈര്യപ്പെടുത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. परमेश्वर के नाम को देकर हम धैर्य जो है हिम्मत देके हम प्रार्थना करते हैं. ദൈവമായ കർത്താവ് ഓരോ കാലയളവിൽ ഓരോ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചുകൊണ്ടേയിരുന്നു. हर एक समय में हर एक युग में परमेश्वर एक जन को खड़ा किया था. ശമൂവേല് ദൈവത്തിന്റെ സന്നിധിയിൽ ന്യായാധിപനും പ്രവാചകനും അപ്പോൾ തന്നെ രാജ്യഭാരമേക്കുന്നവനുമായിരുന്നു. तो समूएल भी जो है उस समय में वो जो है देखने वाला और उनको जो है सेवा करने वाला व्यक्ति था. അത് അങ്ങനെ ആ ശമൂവേൽ അവിടെ വരെ വരാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കണം. वो समूएल वहां तक आने का कारण क्या था हमें ढूंढना चाहिए. അപ്പോൾ കഷ്ടത അനുഭവിക്കുന്ന ഒരാളിനെ വൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. जो कष्ट अनुभव करता है वही ऐसा काम कर सकता है. മോശ ചുമ്മാ അതൊന്നുമല്ല 40 വർഷം ജനത്തെ നടത്തിയത്. मूसा वैसा नहीं है, वो जो है 40 साल तक किया था. മോശ ആടിനെ തീറ്റി നടന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. बाइबल लिखा है कि मूसा जो है वो भेड़ बकरी को चला के चल रहा था. ശരിയായി കഷ്ടത അനുഭവിച്ച് ശീലം വന്നപ്പോൾ
മോശയെ ഇസ്രായേൽ ജനത്തെ നടത്താൻ ദൈവമായ കർത്താവ് ഉപയോഗിച്ചു. सही रीति से भी कष्ट होने के समय वो गुजरने के बाद जो है मूसा को उपयोग किया गया था चलाने के लिए। യാക്കോബ് 28 അനുഗ്രഹത്തിന്റെ ഭണ്ഡാര വിചാരകനാണ്. വല്യപ്പൻ അപ്പൻ തനിക്ക് കിട്ടിയത് ഇങ്ങനെ 28 അനുഗ്രഹം തന്നോടുകൂടെ ഉണ്ട്. तो ऐसा याकूब का जो है वो अनुग्रह उनको मिला है करके लिखा है। എന്നാൽ ഈ അനുഗ്രഹമുള്ള യാക്കോബ് ഇപ്പോൾ ആടിനെ തീറ്റാൻ പോയി കിടക്കുക. परंतु ये जो अनुग्रह मिला याकूब जो है अभी वो ऐसा हो गया है। അപ്പൊ കഷ്ടം സഹിക്കുന്ന ഒരാളിന് മാത്രമേ കർത്താവിനോടുകൂടെ വസിക്കാനോ ദൈവകൃപ പങ്കിടുവാനോ സാധിക്കുകയുള്ളൂ. तो कष्ट सहेंगे तभी ही जो है परमेश्वर के साथ हम जो है काम कर पाएंगे। ഈ രാജാക്കന്മാരുടെ കാലത്തെല്ലാം അവരുടെ അമ്മമാര് കാരണം കൊണ്ട് മക്കള് നല്ല സിംഹാസനസ്ഥരായി വാഴുവാനിടയായി എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. बाइबल में देखते हैं कि राजा लोग है वो अच्छे से किया बोल के उनके जो परिवार उनके बच्चे जो है अच्छे से जी पाए करके। നമ്മുടെ മക്കളുടെ ഭാവി ഓർത്ത് നമ്മൾ ചിന്തിക്കണം. हमारे बच्चों का भविष्य के बारे में हमें सोचना चाहिए। വിദ്യാഭ്യാസം ഉണ്ടാകാനും വലിയ കുടുംബങ്ങളിൽ ജീവിക്കാനും ആഗ്രഹിക്കുന്നവരായി മക്കളെ ഉപദേശിച്ചാൽ മക്കളെ ദൈവകൃപയിൽ കിട്ടത്തില്ല. अच्छा पढ़ाई करना चाहिए, अच्छा घर में जाना चाहिए करके यही सब बोल के हम करेंगे तो परमेश्वर के अनुग्रह में नहीं पाएंगे। ത്യാഗം അനുഭവിക്കാനായിട്ട് മക്കളെ ശീലിപ്പിക്കണം. जो है वो जो लेने के लिए जदू घटाने के लिए उनको जो है हम परमिशन देना है। ജോബിച്ചുള്ള ഉത്സാഹത്തെ പറ, നല്ല ധൈര്യത്തെ പറ. അപ്പോ നല്ല നല്ല പവർ ആയിരിക്കണം. കർത്താവിന് ഞാൻ പി ജി മാസ്റ്റർക്കൊക്കെ സെക്കൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഉത്സാഹത്തെ പറയണം. പിണങ്ങല്ലേ എന്നോട്. കർത്താവിന് നമ്മൾ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തണം. हमें दूसरों को उत्साह देना है। അപ്പോൾ അങ്ങനെ ധൈര്യപ്പെടുമ്പോൾ അവർക്ക് ധൈര്യം ഉണ്ടാവും. तो दूसरों को उत्साह देने के समय हमें उत्साह होगा। ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ ഇങ്ങനെയാണ് കണ്ടത്. हम यहाँ पे पढ़ा वचन में ऐसे पढ़े हैं। അതിന്റെ 18ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. उसका 18 आयत में ऐसा लिखा है। അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, जब वे उसके पास आए तो उन्होंने ऐसा कहा, ഞാൻ ആശയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നു എന്നും. तुम जानते हो कि पहले दिन से जब मैं आशय पहुंचा വളരെ താഴ്മയോടും मैं हर समय तुम्हारे साथ किस प्रकार रहा करके, കണ്ണുനീരോടും अर्थात बड़ी दीनता से और आंसू बहाकर യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ और उन परीक्षाओं में जो यहूदियों के पश्चात यंत्र के कारण എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ मुझ पर जो आ पड़ी, കർത്താവിനെ സേവിച്ചു എന്നും मैं प्रभु की सेवा करता ही रहा പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ, और जो बात तुम्हारे लाभ की थी പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തത് എന്ന് പൗലോസ് അവരെ ഓർമ്മിപ്പിച്ചു. उनको बताने और लोगों के सामने घर पर सिखाने से कभी ना झिझका करके पौलुस वहां पे कहता है। 21ാമത്തെ വാക്യത്തില് 21 आयत में, എന്നും ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. वरन यहूदी और यूनानी के सामने गवाही देता रहा कि परमेश्वर की ओर मन फिरा और हमारे प्रभु यीशु मसीह पर विश्वास करना चाहिए। അപ്പോ അങ്ങനെയാണ് 22ാം വാക്യം പറയുന്നത്. वैसे हम देखते 22 आयत में कहा गया है, കഷ്ടം സഹിച്ചിട്ട് പൗലോസ് ചെന്ന് മറ്റുള്ളവരോട് കഷ്ടപ്പെടാൻ അവരെ ഉത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. कष्ट सहने के बाद वो जो है दूसरों को उत्साह दे रहा है कष्ट सहने के लिए। അപ്പൊ മറ്റുള്ളവരെ നമ്മൾ ധൈര്യപ്പെടുത്തണം. तो दूसरों को हमें जो वो धैर्य देना चाहिए। ധൈര്യപ്പെടുത്തണമെങ്കിൽ നമ്മൾ കഷ്ടം സഹിക്കണം. अगर धैर्य देना है तो हमें वो कष्ट सहना पड़ेगा। ഈ ബൈബിളിന്റെ ചരിത്രങ്ങൾ മുഴുവൻ പറയുന്നത് കഷ്ടതയിലൂടെയാണ് കർത്താവിന്റെ വേല നടന്നിട്ടുള്ളത്. तो यहाँ पे बोला है बाइबल में भी कि जो परमेश्वर का कष्ट उन्हें सहा है करके। കർത്താവിന് വേണ്ടി നിൽക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നത് ശരിയായിട്ട് കഷ്ടം സഹിക്കണം. तो अगर एक जन जो परमेश्वर के लिए तैयार होता है खड़े रहने के लिए तो कष्ट सहना पड़ेगा। നമ്മൾ രോഗശാന്തിയിൽ വിശ്വാസമുള്ളവരായിരിക്കണം. हम लोग जो है शांति विश्वास होना चाहिए। രോഗസൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കണം. लोग का जो है छुटकारे के लिए हमें इंतजार करना है।
എന്റെ മോനെ പാമ്പ് കടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം, നീ വിശ്വസിക്കുന്നു എന്ന് എന്റെ മോനോട് ചോദിച്ചു. मेरे जो है बेटे को जब जो है सांप काटेगा तो तू विश्वास करेगा करके मैंने पूछा। അവൻ ധൈര്യപ്പെട്ടു, ഞാൻ പ്രാർത്ഥിച്ചു, ഒരു ദോഷവും വന്നില്ല. वो हिम्मत किया, मैं प्रार्थना किया तो कुछ दोष नहीं आया। എന്നാൽ സമയനീക്കത്തിൽ എന്നെ പാമ്പ് കടിച്ചു. लेकिन फिर उसके बाद जो है उनको सांप काटा था। പെട്ടെന്ന് ഞാൻ എന്റെ മോനോട് പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മ വന്നു. तो मैंने जो बेटा को बोला था बात मुझे याद आया। ആരെ കാണാൻ പോയില്ല, കൈവച്ച് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. किसी को देखने नहीं गया, मैं ऐसे हाथ रख के प्रार्थना किया। നമ്മൾ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്താൻ എളുപ്പമാ, മിടുക്കരാ നമ്മള്. तो हम दूसरों को धैर्य देने के लिए बहुत जो है हम करते हैं, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഒക്കുമോ? परंतु क्या हमारे जीवन में अनुभव कर सकते हैं क्या? നമ്മുടെ ജീവിതത്തെ അനുഭവിച്ചിട്ട് വേണം വേറൊരാൾക്ക് പകർന്നു കൊടുക്കാൻ. हम दूसरों जो हमारे जीवन में जो अनुभव करने के बाद हम दूसरों को देना चाहिए। പൗലോസ് പറയുന്നു 22-ാം വാക്യത്തിൽ, ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായ യെരൂശലേമിലേക്ക് പോകുന്നു. वहाँ पे लिखा है, अब देखो मैं आत्मा में बंधन हुआ यरूशलेम को जाता हूँ। അപ്പൊ ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായിട്ടാ പോകുന്നത്. तो मैं आत्मा में बंधन होके जो जा रहा हूँ। എന്നിട്ട് പറയുന്നു ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുക. और फिर बोलते हैं कि जो बंधन और कष्ट मेरे लिए वहाँ पे इंतजार कर रहे हैं करके। എനിക്ക് വേണ്ടി അവിടെ നോക്കിയിരിക്കുക, പൗലോസ് വന്നാൽ ഉടനെ ബന്ധിക്കാൻ. मेरे लिए वैसे वहाँ पे लिखा है कि पौलुस जैसा आएगा वैसे उसको बंधन डालना है करके। അത് പൈശാചിക ശക്തി കൊണ്ടുള്ള ബന്ധനങ്ങളുണ്ട്. वो शैतान का जो है वैसा भी हो सकता है, അത് ശാരീരികമായ ബന്ധനങ്ങളുണ്ട്. और जो है शारीरिक से ही बंधन हो सकता है। ഉത്തരഭാരതത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവരെ ജയിലിലാക്കാൻ അവർ വളരെ പരിശ്രമിക്കുന്നുണ്ട്. उत्तर भारत में जो यीशु मसीह के बारे में बात कर रहे हैं उनको जेल में डालने के लिए बहुत परिश्रम हो रहा है। ഈ കഴിഞ്ഞ ദിവസവും ദൈവദാസന്മാരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയത് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. तो हम देखे थे पिछले दिनों भी जो है पुलिस स्टेशन में लेके गया तो हम देखे थे। എന്നാൽ ഇവിടെയൊക്കെ നമ്മൾ ധൈര്യം പ്രാപിച്ച് നമ്മുടെ അനുയായികളെ ധൈര്യപ്പെടുത്തണം. तो यहाँ पे सब हमें जो है धैर्य प्राप्त करना है। അപ്പോൾ ഹിമ്മത്ത് പാന നമ്മള് അവരെ ധൈര്യപ്പെടുത്താനായിട്ട് ഉത്സാഹിപ്പിക്കണം. तो हम जो है वो हिम्मत को प्राप्त करना चाहिए ताकि हम उसको हिम्मत देने के उत्साह कर सकें। പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ രോഗികൾ സൗഖ്യമാകുന്നത് വെറുതെ ഒന്നുമല്ല. पतरस प्रार्थना करने समय जो है वो रोगी का जो छुटकारा मिला था वैसे ही नहीं है। ശരിയായ രീതിയിൽ പത്രോസ് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ആ ശുശ്രൂഷ പത്രോസിന് ലഭിക്കുന്നത്. पतरस ने वैसा जो है उसने जो है हुश उठाया, इसीलिए वैसा वो मिल रहा है। ബൈബിളിന്റെ ഏത് വാക്യം എടുത്താലും बाइबल में कोई भी वचन निकालेंगे तो भी തന്റെ ദാസന്മാരൊക്കെയും വളരെ കഷ്ടപ്പെട്ടാണ് ഈ ദൈവവചനം അവർ കരസ്ഥമാക്കിയത്. उनके प्रभु के दास सब जो है कष्ट उठा के जो है इस परमेश्वर के वचन को बताया है। ഒരു ചെറിയ കാലുവേദന വരുമ്പോൾ അശുദ്ധരോട്ട് ഓടുന്നവർ കർത്താവിന്റെ വേലയിൽ ബലപ്പെടത്തില്ല. एक छोटे दर्द आने समय जो अस्पताल में जाते हैं उसमें धैर्य, उसमें कोई हिम्मत नहीं मिलेगा। ഞാൻ KP യോഹന്നാന്റെ പ്രസ്ഥാനത്തിൽ ഒരു 5 വർഷം ഉണ്ടായിരുന്നു. वो KP यूहन्ना के साथ वे थे 5 साल तक। അദ്ദേഹം പ്രാർത്ഥിച്ചു വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ये प्रार्थना करके जो है बड़ा जो है अद्भुत काम होते सब देखा है उन्होंने। ഞങ്ങളുടെ ലീഡേഴ്സിന് അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ പറയും, നമ്മുടെ ശരീരം കുറഞ്ഞ പക്ഷം ഒരു മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ബോഡി ചെക്കപ്പ് ചെയ്യണമെന്ന്. तो वे बोलते हैं कि हम जो है कम से कम 2 बार जो है बॉडी चेकअप करना चाहिए करके। നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം ഡോക്ടർമാരെ കൊണ്ട് പരിശോധിക്കണമെന്ന്. हमारे शरीर का जो है भाग सब डॉक्टरों से जो है करना है चेकअप। അദ്ദേഹത്തിന് ഫാമിലി ഡോക്ടർ ഉണ്ടായിരുന്നു. उनके फैमिली डॉक्टर था, എന്നാൽ അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യം വരുന്നുണ്ട്. लेकिन वो प्रार्थना करने के समय जो रोगी है उसको जो चंगा होता था। എന്നാൽ കാലത്തിന്റെ നീക്കത്തിൽ നമുക്കറിയാം എന്ത് സംഭവിച്ചു എന്നറിയാം. लेकिन हमें पता है जो युग जाने से क्या हुआ करके। ദൈവത്തെ കളിപ്പിച്ചാൽ ദൈവവും കളിപ്പിക്കും. परमेश्वर को जो है खिलाएगा तो तुम्हें भी खिलाया जाएगा। ദൈവത്തെ കളിപ്പിക്കാൻ മനുഷ്യർ ഒരുങ്ങരുത്. तो परमेश्वर को जब भी ऐसा करने के लिए मनुष्य जो है नहीं करना ഞാൻ चाहिए। ഗുജറാത്തിൽ രാജക്കോട്ട് കർത്താവിന്റെ വേല ചെയ്യുന്ന സമയത്ത് मैं जो परमेश्वर काम करने के समय അവിടെ PG നായർ എന്ന് പറയുന്ന സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് അദ്ദേഹത്തിന്റെ കുടുംബം. वैसे वहाँ पे PG नायर करके जो है वो काम कर रहे थे, वैसा वो अनुग्रह भरा हुआ परिवार है। തമാശ പറയും, केटिल फास्ट നല്ല തമാശ പറയും. वो जो है मजाक करते हैं।
എന്നാ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് RKC രാജകുമാർ കോളേജിലെ വലിയ ഉദ്യോഗസ്ഥനാണ്, ഭാര്യ ഭർത്താവും. तो राजकुमार कॉलेज में जो है बड़ा पोस्ट पे भी है वो जो है पति और पत्नी। അപ്പോൾ ഒരു ദിവസം അദ്ദേഹം അവരുടെ വീട്ടിൽ വന്ന ഒരാളോട് പറഞ്ഞു ചില കടുകാപ്പി ഇട്ടോട്ട് വരാൻ പറഞ്ഞു. तो एक व्यक्ति जो उनके घर आके बोला कि चाय बनाने के लिए। അപ്പൊ അദ്ദേഹം അടുക്കളയിൽ ചെന്ന് കടുകാപ്പി ഇടാനായിട്ട് ചെന്നു. तो वो जो है किचन में जाके वो बनाने के लिए गए। അപ്പൊ കാപ്പി ഇടാൻ ചെന്നപ്പോൾ ഒരു ഡബ്ബെ കാപ്പിപ്പൊടി എന്ന് എഴുതിയിട്ടുണ്ട്. वो जो है चाय बनाने जाने के समय एक डब्बे में चाय पत्ती करके लिखा हुआ है, വേറൊരു ഡബ്ബയിൽ പഞ്ചസാര എന്ന് എഴുതിയിട്ടുണ്ട്. दूसरे डब्बे में जो है शक्कर करके लिखा गया है। അപ്പോൾ പഞ്ചസാര എന്ന് എഴുതിയത് ആ ഡബ്ബ തുറന്നപ്പോൾ അതിനകത്ത് കാപ്പിപ്പൊടിയാ. जो शक्कर करके लिखा है वहां पे देखा तो उसमें जो है चाय पत्ती है, കാപ്പിപ്പൊടി എന്ന് എഴുതിയതിന് തുറന്നപ്പോൾ അതിനകത്ത് പഞ്ചസാരയാ. और चाय पत्ती लिखा हुआ डब्बे में खोलने से में उसमें शक्कर है। അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, ധാരുമായി നിങ്ങളെന്താ ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നെന്ന് ചോദിച്ചു. तो उनको पूछा कि तुमने ऐसा क्यों करके रखा है। അപ്പൊ അദ്ദേഹം പറഞ്ഞു ഉറുമ്പിനെ കളിപ്പിക്കാനാന്ന് പറഞ്ഞു. ഉറുമ്പിനെ तो बोले कि കളിപ്പിക്കാനാന്ന് वो പറഞ്ഞു. जो है मूंगियों को जो है करने के लिए है। അപ്പൊ ഉറുമ്പ് വന്ന് നോക്കുമ്പോൾ പഞ്ചസാര എന്ന് എഴുതി വെച്ചേക്കുന്ന കാണും. तो मूंगिया के देखेगा कि शक्कर करके लिखा हुआ है, അതിനകത്ത് കേറെന്ന് പറഞ്ഞ കാപ്പിപ്പൊടി ഇറങ്ങിപ്പോരും. लेकिन उसके अंदर जाके जैसे चाय पत्ती ऐसा बोल के वो बाहर आ जाएगा। അപ്പൊ വേറൊരു കാപ്പിപ്പൊടി വേണ്ടാന്ന് പറഞ്ഞ് ഉറുമ്പ് പൊക്കോളും. तो वहां पे भी देख के वो बोलेगा कि चाय पत्ती नहीं चाहिए, ऐसा बोल के ഇന്ന് वापस चला जाएगा। ഓളം ഇങ്ങനെ കിടന്ന് തരികട നടത്തുക जो आत्मिक दुनिया भी आज ऐसी कर रहा है, ഉറുമ്പിനെ കളിപ്പിക്കുന്ന പദ്ധതിയാ. ഉറുമ്പിനെ കളിപ്പിക്കുക. जो है मूंगियों को जो है मजाक उड़ाना वैसा कर रहे हैं। ഞാൻ ഈ രാവിലെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് मैं ये सुबह जो तुमको बोल के दे रहा हूँ, ഈ ദിവസങ്ങളിൽ വലിയ പ്രശ്നത്തിലൂടെയാണ് ഉത്തരഭാരതം മുമ്പോട്ട് പോകുന്നത്. इन दिनों में उत्तर भारत में बहुत सारे प्रश्न से गुजर रहे हैं। നമ്മുടെ സഹോദരന്മാരെ കർത്താവിൽ ധൈര്യപ്പെടുത്തണം. हमारे भाई बहनों को हमें परमेश्वर में हिम्मत देना है, നമ്മുടെ സഹോദരന്മാരെ ബലപ്പെടുത്തണം. हमें बल देना है, അവരെ ഉത്സാഹിപ്പിക്കണം. उनको उत्साह देना है। സഹോദര, നീ കഷ്ടം സഹിക്കാൻ തയ്യാറാകണം. तो भाई बहन जो है हमें जो कष्ट सहने के लिए നീ होना चाहिए। വേദനിക്കുന്നെങ്കിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. तुम्हें मुश्किल है, तुम्हें प्रार्थना करना चाहिए। നീ ദൈവത്തോട് പറയണം, ദൈവം നിനക്ക് സൗഖ്യം തരും. तुम परमेश्वर से बोलना चाहिए, परमेश्वर तुम्हें जो है वो छुटकारा देंगे, നിന്നെ ദൈവം ഉപയോഗിക്കും. परमेश्वर तुम्हें उपयोग करेंगे। നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. परमेश्वर तुम उनके चाहते हैं, നിന്ന് സഹിക്കണം. അവിടെ നിന്ന് हमें जो है उसे सहना है, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകണം. जो है परमेश्वर के रुकने के लिए तैयार होना चाहिए। പൗലോസ് പറഞ്ഞതുപോലെ ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്ക് വേണ്ടി കാത്തിരിക്കുക. जैसे पौलुस ने कहा कि बंधन और कष्ट जो है मेरे इंतजार कर रहे हैं, അവര് അതിനു വേണ്ടി തയ്യാറായി പൗലോസ് ഇറങ്ങിയിരിക്കുക. और उनके लिए जो है वो तैयार करते हुए पौलुस जो है तैयार हो रहा है। അപ്പോൾ അതിന്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, आकर 24 आयत में ऐसा लिखा गया है, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ലെന്ന് പറഞ്ഞു. और बोला कि परंतु मैं अपने प्राण को कुछ नहीं समझता, മരിക്കാൻ ഏൽപ്പിച്ചാൽ ജീവിപ്പിക്കും കർത്താവ്. अगर मरने की तुम दे देंगे तो परमेश्वर तुम्हें जीवित करेंगे, മരണത്തിന് ഏൽപ്പിച്ചാൽ ജീവിപ്പിക്കുന്നതാ കർത്താവ്. मरने के लिए अगर तुम दे देंगे तो जीवित करने वाला परमेश्वर है। നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ പരീക്ഷയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. हम परमेश्वर के उसमें देखते हैं परीक्षा के बारे में लिखा गया है, ആ പരീക്ഷ ജയിക്കുന്നവരാണ് ഭാഗ്യവാൻ. वो परीक्षा जीतने वाले जो है धन्य है। ആ ദൈവത്തിന് നമ്മുടെ പിതാക്കന്മാരെല്ലാം അങ്ങനെ കഷ്ടതയ്ക്ക് അകത്തൂടാണ് തിളങ്ങി വെളി വന്നത്. हमारे बाप दादा सब वैसा कष्टों से गुजर के आए हैं और अभी चमक रहे हैं, വേദനയ്ക്ക് അകത്തൂടാ പുറത്തു വന്നത്. जो है दुखों से जो है वो गुजरे हैं। എന്റെ മക്കൾക്ക് ഞാൻ പ്രാർത്ഥിച്ചു പച്ചവെള്ളം കൊടുത്ത പല ദിവസങ്ങളുണ്ട് കർത്താവിന്റെ വേലയിൽ. जो है बहुत बार ऐसा हुआ कि परमेश्वर की सेवकाई में जो प्रार्थना करके जो है सिर्फ पानी दिया जैसा, അതുകൊണ്ട് ഒരു നേരം ആഹാരം കിട്ടിയില്ലേലും അവർക്ക് പേടിയില്ല. इसीलिए एक बार का अगर एक टाइम का जो है भोजन नहीं मिलेगा तो भी कोई डर नहीं है, ശരിക്കും പട്ടിണി കിടന്നിട്ടുണ്ട്. जो है क्योंकि वो ऐसे भूखे रह चुके हैं। ശരിക്കും പട്ടിണി കിടക്കുമ്പോൾ ശരിക്കും തല്ല് മേടിച്ചിട്ടുണ്ട്. ऐसे भूखे रहने से भी जो है बहुत मार भी खाए हैं। അതുകൊണ്ട് ഇന്നത്തെ സ്ഥിതി നിങ്ങൾക്ക് അറിയാമല്ലോ. इसलिए आपको पता है आज का जो स्थिति, ദൈവത്തിന് അവിടെ 24 വായിക്കുന്നു, എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി കരുതുന്നില്ല. वहां पे 24 आयत में लिखा है कि मेरे प्राण को कुछ नहीं समझता करके लिखा है, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് जो है अपनी दौड़ को और उस सेवकाई को पूरी करूंगा। കർത്താവായ യേശു തന്ന ശുശ്രൂഷയും
തികയ്ക്കണം എന്ന് എനിക്കുള്ളൂ. जो मैंने परमेश्वर के अनुग्रह के सुसमाचार गवाही देने के लिए प्रभु यीशु से എനിക്ക് पाई है। എന്നെ പരമേൽപ്പിച്ചതായ ശുശ്രൂഷ എനിക്ക് ചെയ്ത് തീർക്കണം. मतलब जो मुझे दिया गया सेवकाई है मुझे करके खत्म करना है। ഈ ഈ ഫേസ്ബുക്കിനകത്ത് കിടന്ന് ഓടുന്ന ചില കാര്യങ്ങളുണ്ട്. ये जो फेसबुक में बहुत सारी बातें चाहते हैं। ഈ MA വർഗീസ് എന്ന് പറയുന്ന ഒരാൾ ബാംഗ്ലൂരിലുണ്ട്. MA वर्गीस करके व्यक्ति बैंगलोर में है। അദ്ദേഹം പറയുന്നത് ഓരോരുത്തരും എടുത്തെടുത്ത് ഫേസ്ബുക്കിനകത്ത് ഇടുന്നുണ്ട്. वो जो कुछ बोलते हैं वैसा हर एक चीजों को लोग उठा के फेसबुक पे डालते हैं। MA വർഗീസും മകനും കൂടെ 300 കോടി രൂപയുടെ ഭൂമി ബാംഗ്ലൂരിൽ മേടിച്ച കാര്യം. तो वर्गीस और जो है उनका बेटा जो है उसने जो है करोड़ों का लिया हुआ उसके बारे में बताया गया जो है बात है। 300 കരോട് റുപ്യ 300 കോടി രൂപയുടെ ഭൂമി മേടിച്ചു. 300 करोड़ का जो जमीन खरीदा അത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന വാക്കാണ്. वो उनके मुंह से आया हुआ बात है। ഞാൻ ആ ഭാഗം അത്രയും ചിന്തയ്ക്കായി പറഞ്ഞു എന്നേ ഉള്ളൂ. मैं वो भाग से सोचने के लिए मैंने से डाला है। ഉത്തര ഭാരതം സുവിശേഷീകരണത്തിന് സുവിശേഷീകരിക്കേണ്ട സമയം നമ്മുടേത് കഴിഞ്ഞു. तो उत्तर प्रदेश उत्तर के जो उत्तर भारत में जो है हमें सेवकाई करने का समय होने आ रहा है। ദൈവദാസന്മാർക്ക് വലിയ ഉത്തരവാദിത്വം ദൈവം കൊടുത്തു. प्रभु के दासों को बहुत बड़ा जिम्मेदारी वहां पे दिया है। വേദനയോട് സങ്കടത്തോടും കൂടെ കർത്താവിന്റെ വേലയ്ക്ക് ഉത്തരഭാരതത്തിൽ പോയി. दुख और जो है आंसुओं के साथ जो उत्तर भारत में जाकर ദൈവത്തിന്റെ ആത്മാവിനെ അവർക്ക് കൊടുത്തു. परमेश्वर की आत्मा को उनको दिया। എന്നാൽ ഇവരെ വിറ്റ് നേതാക്കന്മാര് കാശുണ്ടാക്കി. परंतु उनको बेचकर जो है नेता जो है वो लोग कमाए। ഇന്ന് അവരെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുക ഗവൺമെന്റിനെ തിരിച്ചെടുക്കാൻ പോവാണെന്ന്. आज वो सब जो है रो रहे हैं कि जो है गवर्नमेंट जो है सरकार लेने वाला है वापस। 10,000 ദൈവദാസന്മാർ ഉത്തരഭാരതത്തിലെ വേല കളഞ്ഞിട്ട് കേരളത്തിൽ വന്നു. जो है 10,000 से भी ज्यादा जो है लोग है वो लोग अपना उत्तर प्रदेश को छोड़ के उत्तर भारत को छोड़ के वे लोग यहाँ पे केरला में आए हैं। ഇപ്പോഴും പല ദൈവദാസന്മാര് കേരളത്തിൽ വരാൻ തയ്യാറായി നിൽക്കുക. आज भी बहुत सारे सेवक जो है वो लोग आने तैयार होके खड़े हैं। എന്താന്ന് ചോദിച്ചാൽ ഈ ദൈവദാസന്മാരെ കാണിച്ച് അവര് കാശുണ്ടാക്കി. वो ऐसा क्यों है करके बोलने समय जो है वो पास्टर को दिखा के उन्होंने पैसा कमाया। എന്നാൽ പിടിച്ചു നിൽക്കുന്ന ചിലരുണ്ട്. लेकिन जो है पकड़ के रखा हुआ कुछ लोग है। തോമസ് പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം അതിനകത്ത് മെൻഷൻ ചെയ്തു. थॉमसन पास्टर जो है पिछले हफ्ते एक बात बोलने समय उसमें बताए थे കർത്താവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് ആരെങ്കിലും പൈസ കൊടുത്താൽ അതിന്റെ അനേക മടങ്ങ് ദൈവനാമത്തിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ 10 പൈസ പോലും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. उन्होंने कहा कि परमेश्वर के नाम से जो कुछ भी मिलता है उसका 10 गुना वापस देता है, वो कुछ भी अपने लिए उपयोग नहीं करता करके कहा। ഈ ദൈവദാസന്മാർക്ക് ദൈവകൃപ കൊടുത്തു ഉത്തരഭാരതത്തിൽ അയച്ചപ്പോൾ ऐसे ये जो प्रभु के दासों को जो है देकर जो वापस उत्तर जो है भारत भेजने के समय അവരെല്ലാവരും സമ്പാദിക്കാൻ ഒരുങ്ങി. वे लोग सब जो कमाने शुरू किए। ദൈവത്തിന്റെ ആത്മാവ് അവരെ വിട്ടുമാറി. परमेश्वर का आत्मा जो इनसे दूर चला गया। അതുകൊണ്ട് ദൈവദാസന്മാര് പിന്മാറി. इसीलिए जो है प्रभु के दास जो है मन फिराए। എണ്ണപ്പെട്ടവരെ ഇപ്പൊ ഉത്തരേന്ത്യ നിൽക്കുന്നുള്ളൂ. जो आज्ञा किया जैसे ऐसे किए हुए हैं। ഞാൻ ഈ പറയുന്നതിന്റെ താല്പര്യം मैं जो बोलने का उद्देश्य ये है ഉത്തര ഭാരതത്തിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരെ उत्तर प्रदेश में जो परमेश्वर काम करने वाले प्रभु के दास है വിശ്വാസികളെ विश्वासी है നമ്മള് പണം കൊണ്ടും നമ്മുടെ വചനം കൊണ്ടും അവരെ ധൈര്യപ്പെടുത്തണം. हम पैसे दे के या जो वचन दे के उनको हमें जो है हिम्मत देना है। സഹോദര നീ അവിടെ തന്നെ നിൽക്കാൻ പറയണം. भाई तो वहीं पर रुकना करके हमें बोलना है। അവിടെ നിന്ന് നീ വേല ചെയ്യണത് തെളിഞ്ഞു പുറത്തു വരണം. वहां पे कि तुम काम करके जो है व्यक्ति से बाहर आना करके वहां पे बोला है। ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. बहुत सारे अनुभव मुझे उनको बोलने के लिए है। പൗലോസിലൂടെ പറയുകയാണ് लेकिन यहाँ पौलुस कहते हैं ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്ക് വേണ്ടി കാത്തിരിക്കുക. तो ये बंधन सब जो है इंतजार कर रहे हैं। ചിലപ്പോ അത് രോഗമായിട്ടായിരിക്കും വെളിപ്പെടുന്നത്. कुछ जो है वो रोग जैसा जो है बाहर आता होगा। ചിലപ്പോ മക്കളിലൂടെ ആയിരിക്കും വെളിപ്പെടുന്നത്. कुछ हो सकता है कि बच्चों के द्वारा आता होगा പലതരത്തിൽ പിശാചിന്റെ തന്ത്രങ്ങളുമേയും. या फिर वो जो है शैतान जो है कुछ बातें करेगा। അപ്പൊ പൗലോസ് ഒരു മുന്നറിയിപ്പ് തന്നു. तो पौलुस जो है पहले से एक बात बताया। പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയണമെന്ന് പറഞ്ഞു. तो शैतान की जो तंत्र जानना करके जरूरी करके बोला है। അത് വിവിധ തരത്തിലാണ് തന്ത്രങ്ങൾ മേയുന്നത്. तो अलग अलग प्रकार के जो तंत्र है ആ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ എന്ന് പറഞ്ഞു.
वो तंत्र तुम नहीं जानते, नहीं जानते ऐसा नहीं है ना करके उसे बोला गया है। ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം. वो परमेश्वर के लिए जीने वाले होने चाहिए। എനിക്ക് ചില ദൈവദാസന്മാരെ അറിയാം, मुझे कुछ लोगों को पता है, നേരിട്ട് അറിയാവുന്നതാ. मैं व्यक्तिगत से जानता हूँ उन लोगों കുടുംബമായിട്ട് കർത്താവിന്റെ വേലയ്ക്ക് ഉത്തരവാദിത്തത്തിൽ പോയിട്ടുള്ളവര്, को। परिवार से जो है उत्तर भारत में गए थे परमेश्वर का सेवकाई के लिए। ഭാര്യയെ വിസിറ്റിങ്ങിനെ വിളിച്ചാ പോകത്തില്ല. जो है पत्नी को जो है बुलाते हैं मीटिंग के लिए तो नहीं जाती है। ആ അവര് പോകത്തില്ല, അവര് പെരക്കാത്തിരിക്കാൻ എനിക്കിന്ന് വയ്യാന്ന് പറയും. वो नहीं जाती है, मुझे नहीं होगा ऐसा बोल के बैठ जाती है। പിന്നെ പാസ്റ്റർ വിശ്വാസികളെ കൂട്ടിക്കൊണ്ട് വിസിറ്റിങ്ങിന് പോകും. फिर पास्टर जो है विश्वासी को लेके जो विजिटिंग के लिए जाते हैं। ആ ഭാര്യമാര് വീട്ടിൽ വിശ്വാസികളും ആയിട്ട് ശരീരം പങ്കിടുക, അവരങ്ങനെ അവരുടെ വിവാഹമോചനം നടന്നത് പലതെനിക്കറിയാം. तो फिर बाद में वो जो पत्नी जो है शायद से जो है गलत काम कर रहे हैं और वैसा डिवोर्स हुआ है, ऐसा बहुत सारी बातें मैंने सुना है। ഇങ്ങനെ ദൈവദാസന്മാര് പോയി കെട്ടിച്ചാന്ന് ആത്മഹത്യ ചെയ്ത ചില സംഭവങ്ങൾ അറിയാം. वैसे प्रभु के दास जाके जो है फिर वो कुछ प्रभु के दास फिर जाके जो है फांसी लिया, सब मैंने सुना है। ഭർത്താവിന് ദർശനമുണ്ട്, ഭാര്യയ്ക്ക് ദർശനമില്ല. जो है पति को दर्शन है, लेकिन पत्नी को नहीं है। ഞാൻ എവിടെ പോയാലും എന്റെ ഭാര്യയെ കൊണ്ടേ പോകത്തുള്ളൂ. वे जहाँ पे भी जाते हैं उनकी पत्नी को लेके जाते हैं। ഞാൻ എന്റെ ഭാര്യ കൂടില്ല ഞാൻ പോകുന്നില്ലെന്ന് പറയും. अगर पत्नी नहीं साथ में तो वो नहीं जाएंगे करके बोला है। അതിനാണ് കർത്താവ് കുടുംബമായിട്ട് അവരെ ആക്കിയിരിക്കുന്നത്. इसीलिए परमेश्वर जो है परिवार के रखा है। കുടുംബമായിട്ട് കർത്താവിന്റെ വേലയ്ക്ക് പോകണം. परिवार के रूप में जो है परमेश्वर काम करना चाहिए। നമുക്ക് വീട് വീടാന്തോറും പോയി ദൈവവചനം പറയാൻ അവകാശമുണ്ട്. हर घर में जाके जो वचन बोलने का हमें जो है हमें कर सकते हैं। പക്ഷേ ബന്ധനങ്ങളും കഷ്ടങ്ങളും നമുക്ക് വേണ്ടി നോക്കിയിരിക്കുക. परंतु बंधन और कष्ट हमारे लिए इंतजार कर रहे हैं। നമ്മൾ വീട്ടിൽ വരുമ്പോൾ പ്രശ്നങ്ങളാവും. हम जब घर आएंगे तो प्रश्न होगा। ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ വീട്ടിലെ പ്രശ്നമുണ്ടാവും. कुछ रोगियों के लिए प्रार्थना करके घर आने से में जो है खुद को प्रश्न होगा। അപ്പോൾ 26-ാം വാക്യം വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, तो 26वें आयत में ऐसा लिखा है, അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ इसलिए मैं आज के दिन तुमसे गवाही देकर कहता हूँ कि ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. तो वो अभी मैं जो गवाही दे रहा हूँ करके अभी बोलते हैं। ഞാൻ കഷ്ട സഹിക്കാൻ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജാഗരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടാൽ ഞാൻ ഉത്തരവാദിയല്ല. वह बोलते हैं कि वो जो है और सेवकाई के लिए पूरी करूं, मैंने परमेश्वर के अनुग्रह सुसमाचार गवाही देने के लिए प्रभु यीशु में पाई है। 27-ാം വാക്യം വന്നപ്പോൾ और 27 में देखते हैं, ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ परमेश्वर का जो है आलोचना, परमेश्वर का जो सोच है उसको नहीं छुपाते हुए ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. मैं तुम्हें पूरी रीति से बनाने इसमें झिझका है करके लिखा है। നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. इसलिए अपने और पूरे झुंड की चौकसी करो, जिससे कि पवित्र आत्मा ने तुम्हें अध्यक्ष ठहराया है। तुम परमेश्वर की कलीसिया की रखवाली करो, जिससे उसने अपने लहू से मोल लिया है। ഉത്തരഭാരത്തെ കർത്താവിന് വേല ചെയ്യുന്ന വേലക്കാരാ, उत्तर जो है भारत में करने वाले परमेश्वर के सेवक മാതൃകയായി ദൈവത്തിന്റെ വേല ചെയ്യ. परमेश्वर के लिए जो है एक കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ വേല ചെയ്യ. परमेश्वर के लिए जो है हिम्मत रख के तुम काम करो। വേല ചെയ്താൽ നീയും നിന്നെ തന്നെ സൂക്ഷിക്കുക. काम करे तुम जो अपने आप को ही तुम ध्यान दीजिएगा। നിന്നെ തന്നെ സൂക്ഷിക്കുമ്പോൾ നിന്റെ വചനത്തെ സൂക്ഷിക്കണം. अपने आप को ध्यान देने के समय वचन को भी तुम जो है ध्यान दीजिएगा। ഒന്ന് പ്രസംഗിച്ചു വേറൊന്ന് കാട്ടിക്കൂട്ടരുത്. एक जो है बात करके दूसरा कुछ मत दिखाना। ദ്രവ്യാഗ്രഹങ്ങൾ സകലവിധ ദോഷത്തിന് കാരണമാണെന്ന് പ്രസംഗിച്ചേച്ച് കിട്ടുന്നത് മുഴുവൻ വാരി കൂട്ടുന്നത് അത് വിപരീത ഉപദേശമാണ്. द्रव्य वस्तु जो है वो तुम्हारे लिए जो है नहीं हो करके सब बोल के तुम बोलने के समय से वचन देने के बाद तुम जो अगर ऐसी लालची करोगे तो वो सही नहीं है। ചില രോഗങ്ങൾ ചില ബന്ധനങ്ങളാൽ ഉണ്ടാകുന്നതാണ്. तो कुछ रोग जो है कुछ बंधनों की वजह से भी होता है। ചില വിവാഹം മുടങ്ങുന്നത് ചില ബന്ധനങ്ങളുടെ കാരണമാണ്. कुछ जो है शादी टूटते हैं क्योंकि कुछ बंधन की वजह से है। ചില വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ബന്ധന കാരണമാണ്.
कुछ लोगों के घर में जो ये प्रश्न होते हैं बंधनों की वजह से है। അപ്പൊ ജീവിതത്തിൽ ഒരുപാട് കാര്യം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. तो जीने के लिए बहुत सारी बातें जानना जरूरी है। ഞാനിപ്പോഴും നിങ്ങളെ ധൈര്യപ്പെടുത്തുന്നു, ദൈവത്തിന്റെ വേലയിൽ നമ്മൾ ജനത്തെ ഉറപ്പിക്കണം. मैं अभी आप लोग को हिम्मत देता हूँ कि परमेश्वर के काम करने के लिए हम करना चाहिए। പിന്നെ പിന്മാറുന്നുവെങ്കിൽ എന്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് പ്രസാദമില്ലെന്ന് യേശു പറഞ്ഞു. तुम फिर भी अगर पीछे मुड़ेगे तो मेरे हृदय में तुम्हारे लिए कुछ नहीं है करके लिखा है परमेश्वर मसीह ने। അപ്പോൾ തന്നെ നമ്മൾ ബുദ്ധിമാന്മാരായി ബുദ്ധിയോടെ നീങ്ങണം. इसीलिए हमें जो बुद्धिमान होके बुद्धि से हमें आगे बढ़ना है। കേരളത്തിലെ ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ മുതല മുടക്കി മേടിച്ചതാ ദൈവത്തോട്. केरला में जो मसीह है हम देखते हैं कि यीशु मसीह से उन्होंने मांगा है। ഉത്തരഭാരതത്തിലെ വേലക്കാരെ നിങ്ങൾ കർത്താവിന് വേണ്ടി മുതൽ മുടക്കാൻ തയ്യാറാകണം. तो उत्तर भारत के जो लोग हैं वे लोग भी परमेश्वर देने के लिए तैयार होना चाहिए। നിങ്ങളെ ധൈര്യപ്പെടണം. तुम हिम्मत होना चाहिए, हिम्मत होना चाहिए। നിങ്ങൾ ഉത്സാഹം ഉണ്ടാകണം. उनको उत्साह होना चाहिए। സഹോദരാ, നമ്മുടെ സ്ഥിതി മാറുമെന്ന് പറഞ്ഞു കൊടുക്കണം. उनको बताना चाहिए। നമ്മുടെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു കൊടുക്കണം. हमारे जीवन में बहुत लक्ष्य होगा करके उनको बताना चाहिए। നമ്മുടെ മശിഹ വരാറായി എന്ന് പറഞ്ഞു കൊടുക്കണം. हमारे मसीहा आने के लिए तैयार आ रहे हैं करके बता के देना है। ജീവിതത്തിൽ അനുഭവം ഉണ്ടാകണം, അനുഭവങ്ങള്. जिंदगी में अनुभव होना चाहिए। ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. परमेश्वर हमको सहायता करे। ജോബി നന്നായിരുന്നു. പപ്പായുടെ കൂടെ നിന്ന് ട്രാൻസ്ലേഷൻ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് സന്തോഷമായി. പപ്പായുടെ കൂടെ ട്രാൻസ്ലേഷൻ